കാവിൽ ഭൂമി ഒഴിപ്പിക്കൽ നാളെ പൂർത്തിയാക്കണമെന്ന് കോടതി ഉത്തരവ്. പെരുമ്പാവൂർ മുനിസിഫ് കോടതിയാണ് ഉത്തരവിറക്കിയത്. റൂറൽ SP അടക്കമുള്ളവർക്ക് കർശന നിർദ്ദേശമാണ് കോടതി നൽകിയിരിക്കുന്നത്. തിങ്കളാഴ്ച കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കണം. അതേസമയം കോടതിയുടെ സാവകാശം തേടാൻ ഒരുങ്ങുകയാണ് സർക്കാർ. ആഭ്യന്തരമന്ത്രിയുടെ നേതൃത്വത്തിൽ ചീഫ് സെക്രട്ടറിയും DGPയും യോഗം ചേർന്നു. മന്ത്രി റോജി M. ജോണിനെ സമരക്കാരോട് സംസാരിക്കാൻ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ആജ്ഞ രവീന്ദ്രൻ ചേരുന്നു വിവരങ്ങളുമായി. ആജ്ഞ, കർശനമായ നിർദ്ദേശമാണ് കോടതിയുടെ ഭാഗത്തു നിന്നുള്ളത്. നാളെ ഈ ഭൂമി ഒഴിപ്പിക്കൽ പൂർത്തിയാക്കണമെന്ന്. അതിനിടെ സർക്കാരിൻ്റെ ഇടപെടലുണ്ട്. മാത്രമല്ല വലിയ പ്രതിഷേധവും ഉയരുന്നുണ്ട്. നാളെ എന്തായാലും ഈ കോടതിയുടെ നിർദ്ദേശം പോലീസിന് നടപ്പാക്കേണ്ടി വരുമോ, അതോ അതിന് മുൻപ് കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട് ഒരു സാവകാശം തേടാനുള്ള നീക്കം സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുമോ? ഇതിൽ പ്രധാനമായിട്ടും ഇതുവരെ തുടർന്നു പോന്നിരുന്ന ഒരു സാവകാശം ഈ സർക്കാരിന് ലഭിക്കുക എന്നുള്ളത് മാത്രമാണ് ഇതിൽ കിട്ടാനുള്ളത്. അതിനുവേണ്ടി കോടതിയെ നാളെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് സർക്കാർ. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയും അതുപോലെ ചീഫ് സെക്രട്ടറിയും DGPയും ചേർന്ന ഈ വിഷയത്തിൽ യോഗം ചേർന്നിട്ടുണ്ട്. നാളെ കോടതിയെ ഈ വിഷയവുമായി അല്പം സാവകാശം ഈ വിഷയത്തിൽ നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കോടതിയെ നാളെ സമീപിക്കാനുള്ള സാഹചര്യമാണ് നിലവിലുള്ളത്. ആ തീരുമാനമാണ് എടുത്തിട്ടുള്ളത്. അതേസമയം സമരക്കാരോട് സംസാരിക്കാൻ മന്ത്രി റോജി M. ജോണിനെയും ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. പ്രധാനമായിട്ടും ഈ വിഷയത്തിലുള്ളത് 19 ഏക്കർ ഭൂമിയുമായി ബന്ധപ്പെട്ടുള്ള സർവേ നടത്തുക എന്നുള്ളതാണ്. പുറമ്പോക്ക് ഭൂമിയാണ് ഈ 19 ഏക്കർ. ഈ 19 ഏക്കറിൽ തന്നെയാണ് ഈ തർക്കഭൂമിയായിട്ടുള്ള 2.65 ഏക്കർ ഭൂമി വരുന്നത്. അതേസമയം ഈ റവന്യൂ നടപടിക്രമങ്ങളുമായി ബന്ധപ്പെട്ട ഈ ഭൂമിയുമായി ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും രേഖകൾ ഇവരുടെ കൈവശമുണ്ടെങ്കിൽ അത് പ്രൊഡ്യൂസ് ചെയ്യണമെന്ന് ഈ നടപടിക്രമങ്ങൾ കഴിഞ്ഞ 6 മാസം മുൻപ് ആരംഭിച്ചപ്പോൾ തന്നെ റവന്യൂ വകുപ്പ് എല്ലാവർക്കും നോട്ടീസ് അയച്ചിരുന്നതാണ്. പക്ഷേ ആ നോട്ടീസിന് ആരും മറുപടി നൽകിയിട്ടില്ല. ഈ തർക്കഭൂമിയിൽ അതല്ലെങ്കിൽ തർക്കം ഉന്നയിച്ച ശങ്കരൻ നായർ, അദ്ദേഹത്തിൻ്റെ ഹെയർസാണ് ഇപ്പോൾ ഈ കേസ് നടത്തുന്നത്. അവരുടെ കയ്യിലാണ് ഈ സുപ്രീം കോടതി വിധിയുടെ ആനുകൂല്യത്തിൽ അവർക്കാണ് ഭൂമി ലഭിക്കേണ്ടുന്ന സാഹചര്യമുള്ളത്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇവർ പോലും തങ്ങളുടെ ഭൂമിയുടെ അവകാശ രേഖയോ